ഹലോ നമസ്കാരം, ഞാൻ പ്രീത മേരി തോമസ്. പലപ്പോഴും ഫെമിനിസം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ മുഖം ചുളിക്കാറുണ്ടോ? അല്ലെങ്കിൽ അവകാശങ്ങളെപ്പറ്റി ഉച്ചത്തിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകളുടെ റൈറ്റ്സിനെ വേണ്ടി സംസാരിക്കുന്ന ആളുകളെയൊക്കെ ഒരു ചീത്തവാക്കിന് പകരം ഫെമിനിസ്റ്റ് എന്ന് വിളിച്ച് പുച്ഛിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. ഫെമിനിസം എന്ന് പറയുമ്പോൾ പലപ്പോഴും ആളുകൾ കരുതിയിരിക്കുന്നത് ഇത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു മൂവ്മെൻ്റ് ആണെന്നാണ്. പലപ്പോഴും പല ആളുകളും, നല്ല എഡ്യൂക്കേഷനുള്ള ആളുകൾ പോലും കരുതിയിരിക്കുന്നത് ഫെമിനിസം എന്നുള്ള മൂവ്മെൻറ്റ് പുരുഷന്മാർക്കെതിരെയുള്ളതാണെന്ന് കരുതുന്ന ഒരുപാട് പുരുഷന്മാരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഫെമിനിസം എന്ന് പറയുന്നത് ശരിക്കും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള മൂവ്മെൻ്റ്. സമൂഹത്തിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള, ട്രാൻസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കളറിന് വേണ്ടിയിട്ട് ജെൻഡർ ബയാസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുന്ന കളറിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഡിസബിലിറ്റീസിൻ്റെ പേരിൽ, അല്ലെങ്കിൽ സമൂഹം മസ്കുലിനിറ്റിക്ക് അല്ലെങ്കിൽ പുരുഷൻ എന്നുള്ള കൺസെപ്റ്റിന് കരുതി വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള പുരുഷൻ ഇങ്ങനെയായിരിക്കണം, സ്ത്രീ ഇങ്ങനെ ആയിരിക്കണം എന്ന് കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ സമൂഹം കരുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് വിപരീതമായിട്ടുള്ള ചില മനുഷ്യർ നമ്മൾ കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവർ സൊസൈറ്റിയിൽ ജെൻഡർ ബയാസ്ഡ് ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷൻസ് നേരിടാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി കൂടി സംസാരിക്കുന്ന, അവരുടെ ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടി സംസാരിക്കുന്ന, അവർക്ക് തൊഴിലിടങ്ങളിലും സൊസൈറ്റിയിലും ഈക്വലായിട്ടുള്ള റൈറ്റ്സ് എൻഷുർ ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുന്ന ഒരു മൂവ്മെൻ്റ് ആണ് ഫെമിനിസം. ഫെമിനിസം സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട്, സ്ത്രീകൾക്ക് തൊഴിലിടങ്ങളിൽ നേരിടുന്ന ഡിസ്ക്രിമിനേഷൻസ് എതിരായിട്ട്, അല്ലെങ്കിൽ അവർക്ക് തുല്യവേതനം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ എല്ലാ ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടിയിട്ടും വാദിക്കാറുണ്ട്. സ്ത്രീകളുടെ എംപവർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള മൂവ്മെൻ്റ് ആണ്. എങ്കിൽ പോലും ഫെമിനിസം ഒരിക്കലും ഇതിന് വേണ്ടിയിട്ട് മാത്രമുള്ള മൂവ്മെൻ്റ് അല്ല. പലപ്പോഴും പല സ്ത്രീകളും പറയുന്നത് കേട്ടിട്ടുണ്ട് ഇങ്ങനെ, അല്ലെങ്കിൽ പുരുഷന്മാർ പലപ്പോഴും കരുതുന്നത് ഇറക്കം കുറഞ്ഞ വസ്ത്രങ്ങൾക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന, അല്ലെങ്കിൽ പുരുഷനോടൊപ്പം തന്നെ ഒരുമിച്ചിരുന്ന് മദ്യപിക്കാനും, അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് മറ്റ് പുരുഷൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് വാദിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു മൂവ്മെൻ്റാണ് ഇതെന്ന് കരുതിയിരിക്കുന്ന ഒരുപാട് വിദ്യാഭ്യാസമുള്ള ആളുകളെ പോലും ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും പല ആളുകളും പലരെ പരിഹസിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഫെമിനിസ്റ്റുകളെന്ന്. ഒരിക്കലും അങ്ങനെയല്ല. സൊസൈറ്റിയിലുള്ള എല്ലാ ആളുകൾക്കും അവർക്ക് അവകാശമായിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് എൻഷുർ ചെയ്യാനും, ജെൻഡർ ബയാസ്ഡ് ആയിട്ടുള്ള, അല്ല നമ്മൾ സൊസൈറ്റി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ്സ്, ജെൻഡർ ആ ജെൻഡറിലുള്ള ആൾ ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ആ ജെൻഡറിലുള്ള ആളുകൾ ഇങ്ങനെ ആകരുത് എന്നൊക്കെ കുറേ കാര്യങ്ങൾ സൊസൈറ്റി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയല്ലാത്ത ആളുകളെ കാണുമ്പോൾ സമൂഹത്തിൽ പലപ്പോഴും അവരുടെ ഡിസ്ക്രിമിനേഷൻ നേടാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിറത്തിൻ്റെ പേരിലും, വർഗത്തിൻ്റെ പേരിലും, ഡിസബിലിറ്റീസിൻ്റെ പേരിലും, അല്ലെങ്കിൽ ട്രാൻസ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്മ്യൂണിറ്റി പെടുന്ന എല്ലാ ആളുകളും നേരിടുന്ന എല്ലാ ഡിസ്ക്രിമിനേഷനും, അവരുടെ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനും എതിരെ സംസാരിക്കുന്ന ഒരു മൂവ്മെൻറ്റ് കൂടിയാണ് ഫെമിനിസം. ഇനിയെങ്കിലും ആരെയെങ്കിലും ഫെമിനിസ്റ്റ് എന്ന് വിളിച്ച് കളിയാക്കുന്നതിന് മുമ്പ് തീർച്ചയായും നമ്മൾ ചിന്തിക്കണം. ഞാൻ ഇതിനേപ്പോൾ കൂടുതലായി അറിവുള്ള ആളുകളല്ല. ഞാൻ ഫെമിനിസം എന്ന മൂവ്മെൻറ്റ് കൊണ്ട് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. പലപ്പോഴും പല പുരുഷന്മാരും സ്ത്രീകളും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ വളരെ തെറ്റായ രീതിയിൽ ഒരു കാണുന്ന ഒരു കാഴ്ചപ്പാടും അവരെ കൊണ്ട് പലപ്പോഴും ഫെമിനിസത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ പറയുമ്പോൾ പലപ്പോഴും അവർ പുരുഷന്മാർക്കെതിരെയുള്ള ഒരു മൂവ്മെൻ്റ് എന്നാണ് പലപ്പോഴും പലയിടത്തും ആളുകൾ പറഞ്ഞു കേൾക്കുന്നത്. അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ അറിയാം, സോഷ്യൽ മീഡിയയിലും മറ്റ് സ്ഥലങ്ങളിലും ഈ ഫെമിനിസ്റ്റുകളെ പറ്റി സംസാരിക്കുമ്പോൾ ആളുകൾ വളരെ പുച്ഛത്തോടെ സംസാരിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങനെ സംസാരിക്കുന്നതിന് മുമ്പ് തീർച്ചയായും ചിന്തിക്കുക, ഫെമിനിസം സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. സ്ത്രീകളുടെ റൈറ്റ്സിനെ, അല്ലെങ്കിൽ സ്ത്രീകളുടെ എംപവർമെൻറ്റിന് വേണ്ടിയിട്ട് ആ മൂവ്മെൻറ്റ് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെങ്കിൽ ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷനും ഇൻഇക്വാലിറ്റിയും നേരിടുന്ന എല്ലാ ആളുകൾക്കും അവരുടെ മാനുഷികമായ റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള മൂവ്മെൻറ്റ് കൂടിയാണ് ഫെമിനിസം. ഇനി ഇത് ആരുടെങ്കിലും പറയുന്നതിന് മുൻപ് ശ്രദ്ധിക്കുക. താങ്ക് യു.